2025 മാലിന്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തുകയും നോട്ടീസ് പതിക്കുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ 50,000 രൂപ വരെ പിഴ ചുമത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. 2025 കേരളമാകെ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാലിന്യമുക്ത ബോധവൽക്കരണ പരിപാടികളും നിർമ്മാർജ്ജന രീതികളെക്കുറിച്ചുള്ള അവലോകന യോഗങ്ങളും കാര്യഗൗരവത്തോടു കൂടി തന്നെ നടന്നു വരികയാണ്. ഇതോടനുബന്ധിച്ചാണ് വണ്ടിപ്പെരിയാർ ടൗണിലെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം, ജലസ്രോതസ്സുകളിലെ മാലിന്യ നിക്ഷേപം എന്നിവ തടയുന്നതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടൗണിലെ മുഴുവൻ കടകൾ തോറും കയറുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന രീതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും ഒപ്പം നോട്ടീസ് പതിക്കുകയും ചെയ്തു. പ്രധാനമായും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കുകയാണെങ്കിൽ 2,500 രൂപ വരെ പാരിതോഷികം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 30 കേരളം സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമാക്കി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൗണിലെ മാലിന്യ പ്രശ്നം വ്യാപാരികളുടെ ബിസിനസ്സിനെ കൂടെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സിലും മാലിന്യം ഇടുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഈ മാലിന്യ നിക്ഷേപ പ്രവണത ഇല്ലാതാക്കാനുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൻ്റെ തുടർച്ചയായ പ്രവർത്തനം പലതലത്തിലും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി നടക്കുന്നതാണ്. പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇതേസമയം വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് റോഡ് സൈഡിലും പെരിയാർ നദിയിലും മാലിന്യ നിക്ഷേപം തകൃതിയായി തന്നെ നടക്കുകയുമാണ്. പാരിതോഷികം നൽകി മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി, പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ വകുപ്പ് അധികൃതർ എന്നിവരും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.